മച്ചാമാരെ നബിദിനായിട്ടേ ഞാൻ അങ്ങനെ പറയായിരുന്നു. കുറച്ച് പോത്തിറച്ചിയും കുറച്ച് നെയ്ച്ചോറും കിട്ടാൻ വല്ല വകുപ്പുണ്ടാന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു ഞാന്. നമ്മുടെ കുന്നോളം മുതൽ പൊന്നാനി വരെയുള്ള ഏതെങ്കിലും പള്ളിയിൽ നമുക്ക് ഇത് വകുപ്പുണ്ടെന്ന് വെച്ചെങ്കിൽ പറ്റുവെച്ചെങ്കിൽ ഞാൻ വന്ന് മേടിക്കാം. ഒരു ഇച്ചിരി മതി, കൂടുതലൊന്നും വേണ്ട. അതെന്താ പറയുക, ഇത് കാശ് കൊടുത്ത പുറത്തുനിന്ന് കിട്ടും, പക്ഷെ അത് ആ പള്ളിക്ക് നിന്ന് കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിന്റെ ആ ഒരു ബീഫിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ. അത് ഞാൻ എത്ര കായ് കൊടുത്താലും കിട്ടൂല. ആ സാധനം അടിക്കാൻ അത് അവിടെ തന്നെ വരണം. അതുകൊണ്ട് പറഞ്ഞാണ്, ഏതെങ്കിലുമൊക്കെ പള്ളിക്ക് ഇത് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ വന്നിട്ട് മേടിക്കാം. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ചെതറട്ടെ. എല്ലാവർക്കും നബിദിന ആശംസകൾ ട്ടാ. ഇനിയിപ്പോ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വിളിച്ചാലും അതൊന്നും വിഷയമല്ല. എല്ലാവരും നബിദിന അടിപൊളിയായിട്ട് ചെതറട്ട പരിപാടികൾ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. കുടുംബക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള നെയ്ച്ചോറാണ് പിള്ളേര്. പേര് പറഞ്ഞെ നമ്മുടെ സ്വന്തം, എന്റെ സ്വന്തം നാട് വെളിയങ്കോട് അയ്യോട്ടിച്ചെറേട്ട മച്ചാര് വിളിച്ചിട്ട് തന്നെ വളരെയധികം സന്തോഷം. തൂക്കുവാർത്തത്തില് നെയ്ച്ചോറ് ഇതല്ലേ, ബീഫല്ലേ? ഏതോ മഴമൂട്ടും ബീഫും നെയ്ച്ചോറും. എന്റെ ഫേവറേറ്റ് ഐറ്റാണത്, നെയ്ച്ചോറും ബീഫും. ഉള്ള കുറച്ച് മലയാടാ, സോറിട്ട് എല്ലാവരോടും. അപ്പൊ ഇപ്രാവശ്യം നബിദിനെ നമ്മള് തൂക്കിയിട്ടുണ്ട്. മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ഒരുപാട്, ഒരു എമ്പരപ്പുണ്ട്. എല്ലാവരോടും നന്ദി എത്ര പറഞ്ഞാലും. അപ്പൊ എല്ലാവർക്കും നബിദിന ആശംസകള്. നാളെ ഓണാണ്. ഇതേപോലെ ഞാൻ വീട്ടിലേക്ക് വിളിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ടാണ്, നമുക്ക് ഓണില്ലാത്തോണ്ടാണ് ഞാൻ വിളിക്കാത്തത്. എന്തായാലും വേറെ ദിവസം ഞാൻ പറഞ്ഞു ഒന്നിരിക്കണം കേട്ടാ. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ചെതറട്ടെ. ഓക്കെ, വെറുതെ അല്ല സുഹൃത്തുക്കളെ നമ്മളെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഹിന്ദുവായ യുവാവ് ശരിക്കും കുറച്ച് നെയ്ച്ചോറും കുറച്ച് അതിന്റെ ഇറച്ചിയൊക്കെ തിന്നാനൊരു ആഗ്രഹമായിട്ട്, അതായത് ഓണവും നബിദിനവും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചെത്തിയ ഒരു നാളായിരുന്നു നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് നെയ്ച്ചോറും കുറച്ച് ഇറച്ചിക്കറിയും കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു. അദ്ദേഹം അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. വീഡിയോ ഇട്ട് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ആ നെയ്ച്ചോറും ഇറച്ചിക്കറിയും എത്തിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള കുറച്ച് പേര് കേട്ടോ. ശരിക്കും ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷം. വെറുതെ അല്ല, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന കുറെ ആളുകൾക്ക് ശരിക്കും കേരളത്തിലുള്ള വ്യക്തികളോട് ശരിക്കും ഒരു അസൂയ തോന്നുന്നത് ശരിക്കും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം ഒരു മത സൗഹാർദ്ദപരമായിട്ട് ശരിക്കും നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലായക നല്ല പോലെ ഉണ്ട്. ഓക്കെ, അവർക്ക് ഇഷ്ടക്കേട് അതിന് നല്ല പോലെ ഉണ്ട്. അതിന്റെ ഓരോ രീതിയിലും നമുക്ക് പല വീഡിയോകളിലും വ്യക്തമാകുന്നതുമാണ് ശരിക്കും. ഓക്കെ, അവർക്ക് അതൊരു ഇറിറ്റേഷൻ ആണ് ശരിക്കും. നമ്മളിങ്ങനെ ജാതി ഏതെന്നോ മതം ഏതെന്നോ ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു ഒരുമയോടെ കൂടി ജീവിച്ച് ഒരുമയോടെ മുന്നോട്ട് പോകുന്നത് ശരിക്കും അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇദ്ദേഹം ഈ നെയ്ച്ചോറ് വാങ്ങിച്ചിട്ട് പിന്നെ അത് കഴിക്കുന്ന ഒരു വീഡിയോ കൂടി, അതായത് സുഹൃത്തുക്കൾക്കൊപ്പം വട്ടം കൂടിയിരുന്ന് കഴിക്കുന്ന ഒരു വീഡിയോ കൂടി അദ്ദേഹത്തിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നെയ്ച്ചോറും ബീഫും കറിയായിട്ട് ചോറായിട്ട് ഇവിടെ എത്തി സജീർക്ക് ദിലീപേട്ടനും. അപ്പൊ അവരെ വിളിച്ച് ഇവിടെ ഇരുത്തിട്ട് എന്നെ പൂശാ ചാട്ടി ഒന്നും നോക്കാല്ല. വളരെയധികം സന്തോഷം സജീർക്ക. ഇത് മാത്രം കേട്ടോ, വേറെ ചോറ് വന്നോണ്ടിരിക്ക. ഇനി മാറ്റി സ്നേഹിച്ച ചോറും വീടും വന്നോണ്ടിരിക്ക. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നബിദിനം ഇവിടെ നോക്കിയിട്ടുണ്ട്. അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. നബിദിനം ഇവിടെ എന്താ നോക്കി. അപ്പൊ നിങ്ങൾ പരിപാടികൾ എടുക്കട്ടെ, ഇവിടെയൊക്കെ തന്നെ ഡിച്ചാറട്ടെ. ഓക്കെ, ശരിക്കും എന്ത് രസമാണ് ശരിക്കും ഈ വീഡിയോ കാണാൻ. അത് രാവിലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് നല്ലൊരു പോസിറ്റീവ് ഫീൽ ആണ് ശരിക്കും തോന്നുന്നത്. ഇന്ന് തന്നെ നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവത്തോട്. അപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ശരിക്കും അതായത് ഈ മുസ്ലിംസ് ശരിക്കും അവര് വീട്ടില് എന്തെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നത് ഒരു പുണ്യ പ്രവൃത്തിയായിട്ടാണ് ശരിക്കും അവർ കാണുന്നത്. അതൊരു പുണ്യപ്രവൃത്തി. ഒരാൾക്ക് എന്തെങ്കിലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഉള്ള ഒരു വ്യക്തിക്കും ആയിക്കോട്ടെ, ഇതുപോലെ ആഹാരം കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും ഡ്രസ്സ് കൊടുക്കുന്നതും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഖുർആനിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം ഒരു നല്ല പുണ്യപ്രവൃത്തി. അത് ഖുർആനിൽ മാത്രമല്ല, നമ്മൾ ആര് ചെയ്താലും അതൊരു പുണ്യപ്രവൃത്തിയാണ്. പക്ഷേ ചില ആളുകൾ പറയാറുണ്ട് ശരിക്കും ഇവരെല്ലാം വാരിക്കോരി കൊടുക്കും, പക്ഷെ ഇവര് മറ്റുള്ളവരെ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ കുറച്ച് പാടാണെന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. അതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല. അതിനെപ്പറ്റി അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം മുസ്ലിംസിന് എല്ലാം അങ്ങോട്ട് വാരിക്കോരി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവർക്ക് ആരെങ്കിലും ഇപ്പൊ അവര് നെയ്ച്ചോറ് കൊണ്ട് കൊടുത്തു, അവർക്ക് തിരിച്ചു ഓണസദ്യ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് നന്നേ കൂടുതലായിരിക്കും എന്നുള്ള ഒരു രീതിയിൽ കുറെ ആളുകൾ
പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. എനിക്ക് ഇതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം എന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ ശരിക്കും ഓണത്തിനായാലും നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വിളിച്ചാൽ പോലും എനിക്കും ഉണ്ട്, ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഉണ്ട്. സോ അവർ ഇവിടെ വന്നിട്ടായാലും അവർ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചു അങ്ങോട്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു പോസിറ്റീവ് ഫീലോട് കൂടിയുള്ള ഒരു വീഡിയോ ആണ് കണ്ടത്. ഇനി നമുക്ക് കുറച്ച് അല്പം ഒരു നെഗറ്റീവിലോട്ട് പോകും, ഒരു നെഗറ്റീവ് സൈഡിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പെൺകുട്ടി ശരിക്കും AI ഉപയോഗിച്ചുകൊണ്ട്, ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, AI ഉപയോഗിച്ചുകൊണ്ട് അവളുടെ ഓണത്തിനൊരു പോസ്റ്റ് അവൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു അത്തപ്പൂകളത്തിന് മുന്നിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ആ പോസ്റ്റ് ആണ് ഇപ്പോൾ വിവാദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവള് ആ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് മുസ്ലിംസിൽ തന്നെയുള്ള വലിയ വലിയ ആളുകളുണ്ടല്ലോ, അതായത് ഉസ്താദുമാരെ പോലെയുള്ളൊക്കെ വ്യക്തികൾ വന്നിട്ട് ഫുള്ള് സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തോണ്ടിരിക്കുകയാണ്, കമന്റ്സ് ഇട്ടുകൊടുത്തോണ്ടിരിക്കുകയാണ്. ആ കമന്റ്സ് അടക്കം ഞാനിവിടെ ജസ്റ്റ് വായിക്കാം. അപ്പൊ അതിനു മുമ്പ് ആ പുള്ളിക്കാരിയുടെ ആ വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതുമായുള്ള ബന്ധപ്പെട്ട ആൾക്കാർ കൂടിയിട്ട് എന്നെ മഹലിന് പുറത്തിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ അത്ര വലിയ രാജ്യദ്രോഹ തെറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നെ മാത്രമല്ല, പുറക്കാരല്ല മഹലിന് പുറത്തിടാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ഈ ഫോട്ടോഷൂട്ട് എടുക്കാൻ സമയമാക്കിക്കൊണ്ട് AI ക്രിയേറ്റ് ആക്കിയിട്ട് ഒരു വീഡിയോ, ഓണ സാരി ഉള്ള ഒരു വീഡിയോ അല്ല ഫോട്ടോ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ മഹലിന് പുറത്തിടണം എന്നാണ് ബ്രോ ഉത്തരവിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരിനെ മഹലിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യമായിട്ടാണ് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് കമന്റ്സിലടക്കം ആ രീതിയിൽ പുള്ളിക്കാരിയെ മാത്രമല്ല, പുള്ളിക്കാരിയുടെ വീട്ടുകാരെ അടക്കം അതിൽ നിന്നും പുറത്താക്കണം, അത് വളർത്തു ദോഷമാണ്, അച്ഛനും അമ്മയും നേർവഴി നടത്താത്തതിന്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ശരിക്കും ഇപ്പോൾ ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയുടെ പോസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓണം എന്ന് പറയുന്നത് മലയാളികൾക്കുള്ളതാണ്, മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്നതാണ്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അത് ഹിന്ദുക്കളെ വേണ്ടിയുള്ള ഒരു ആചാരമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, സോ അതുകൊണ്ട് ഓണത്തിന് ഒരു സാരി ഉടുത്ത് അല്ലെങ്കിൽ ഒരു അത്തപ്പൂക്കളത്തിന് മുമ്പിലിരുന്ന് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്നു, ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയിൽ മുസ്ലിംസ് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നതെന്ന് പറയണം. ശരിക്കും അത് ഒരു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിക്കും അതൊരു മത തീവ്രവാദത്തെ പോലെ വളർത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്, ശരിക്കും നമ്മൾ ജീവിക്കുന്നത് ഈ കേരളത്തിലാണ്. ഓക്കെ, കേരളത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുഞ്ഞിലേ തൊട്ടേ പഠിക്കുന്ന സമയം തൊട്ടേ നമ്മൾ പറഞ്ഞു പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാടാണ്. നമ്മളിവിടെ നാനാ മതസ്ഥര് കുറെ ഉണ്ട്, ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ബാക്കി കുറെ ഉണ്ട്, കുറെ മതസ്ഥരുണ്ട്. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോ വഴക്കോ കാര്യങ്ങളോ ഭിന്നിപ്പയോ ഒന്നും ഇല്ലാതെ നല്ല ഒരുമയോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. സോ അതിനിടയ്ക്ക് ഇതുപോലെ ഇപ്പോൾ ഒരു പെങ്കൊച്ച് ഒരു ഓണത്തിന് ഒരു സാരി എടുത്തെന്നോ അല്ലെങ്കിൽ ഒരു പൂക്കളത്തിന് മുമ്പിൽ ഇരുന്നൊരു ഫോട്ടോ ഇട്ടെന്നോ കരുതി അതിനെ ഇങ്ങനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടോന്നാണ് ശരിക്കും ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ആ പുള്ളിയിട്ട കമന്റ് ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. ദയവ് ചെയ്ത് ഇവളുടെ മഹല്ല് ഭാരവാഹികൾ അറിയിച്ചു കൊടുത്ത് പുറത്താക്കണം. ഇവളെ അറിയാവുന്ന ആരെങ്കിലും മുന്നോട്ട് വരണം. അല്ലേ തന്നെ ഈ സിനിമ ആൽബം സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നവർക്കും ജാതി മതം ഉണ്ടാവില്ല. ദയവ് ചെയ്ത് ഇവളുടെ അച്ഛനെ അമ്മയെ അടക്കം പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അബ്ദുൾ റാസിഖ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇനി അക്കൗണ്ടും അല്ല ഫേക്ക് ആണോ എന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരി ശരിക്കും ഇപ്പൊ വീഡിയോയിൽ കണ്ട പുള്ളിക്കാരി ശരിക്കും ആൽബത്തിലും ഷോർട്ട് ഫിലിംസിലും ഒക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ എനിക്കൊന്ന് പൂക്കളത്തിന് മുമ്പിൽ ഇരുന്ന് ഫോട്ടോ ഇട്ടത് കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഇതിൽ എടുത്ത് പറയുന്നുണ്ട് അവളുടെ ആൽബത്തിലും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസിലും ഒക്കെ അഭിനയിക്കുന്നത് ശരിക്കും ഒരു ഹറാമാണെന്നുള്ള ഒരു രീതിയിലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പറയുന്നത് തന്നെ കേട്ടോ. ഓക്കെ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ ഒരു പോസ്റ്റ് പുള്ളിക്കാരെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ശരിക്കും ഒരു പള്ളിയിൽ ഒരു തല്ല് നടന്നിരുന്നു. സോ അതിന്റെ വാർത്ത കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. നബിദിനാഘോഷത്തിന് മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകുന്നതിനെ ചൊല്ലി തർക്കവും സംഘർഷവുമുണ്ടായ ദിവസം കൂടിയാണിന്ന്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ബൂട്ടിട്ട പോലീസുകാർ പള്ളിക്കുള്ളിൽ കയറി ലാത്തി വീശി. വടകര കണ്ണൂക്കര മടാക്കര ജുമാ മസ്ജിദിലാണ് പ്രവാചക അധ്യാപനങ്ങളെ പോലും നാണിപ്പിക്കുന്ന സംഘർഷമുണ്ടായത്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മടാക്കര മസ്ജിദ് ഭരണം സംബന്ധിച്ച് ഏറെക്കാലമായി നാട്ടുകാർക്കിടയിൽ തർക്കമുണ്ട്. ഖത്തീബായ പൊന്മള അബ്ദുറഹ്മാൻ ഫൈസി വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥനയ്ക്ക് മാത്രം നേതൃത്വം നൽകിയാൽ മതിയെന്നായിരുന്നു പാണക്കാട് നടന്ന ചർച്ചയിലെ ഒത്തുതീർപ്പ്. ഇന്നലെ മൗലീദ് പാരായണത്തിന് ഖത്തീബ് എത്തിയത് ഒരു വിഭാഗം ചോദ്യം ചെയ്തു. ഖത്തീബിനെ അനുകൂലിക്കുന്നവരും രംഗത്തെത്തിയതോടെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഉപയോഗിക്കേണ്ട അകംപള്ളിയിൽ തർക്കമായി. തർക്കം കൈവിട്ടതോടെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനായി പോലീസുകാർക്ക് പള്ളിയിൽ കയറേണ്ടി വന്നു. പള്ളിയിൽ ആ പ്രാർത്ഥനാ സമയത്ത് ഇല്ലാത്ത പല ആൾക്കാരും ഒരു സ്വിച്ച് ഇട്ടതുപോലെ അവിടെ എത്തിച്ചേർന്നുണ്ട്. സംഘർഷം ഉണ്ടാക്കാനുള്ള ഭാഗമായിട്ട്
ഇവർ പ്ലാൻഡ് ആക്കിയിട്ട് ചെയ്ത ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഇരുവിഭാഗത്തിൽ നിന്നുമായി 4 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും രാത്രിയോടെ വിട്ടയച്ചു. പോലീസ് ലാത്തി വീശിയതിന്റെ കാരണക്കാരാരെന്നതിനെ ചൊല്ലി നാട്ടുകാരിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് പോരടിക്കുകയാണ്. ശരിക്കും പോലീസുകാർ പള്ളിയിൽ ബൂട്ടിട്ട് കയറിയതാണ് ശരിക്കും ഇപ്പോൾ ഇവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അത് പള്ളിയിലല്ല അമ്പലത്തിലാണെന്നുണ്ടെങ്കിലും ഒരു സംഘർഷാവസ്ഥ നേരിട്ട് കഴിഞ്ഞാൽ പോലീസുകാർക്ക് ചെരുപ്പുരാനുള്ള സമയം പോലും കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം. അവരിനി ഷൂ ഒക്കെ ഊരിയിട്ട് സോക്സ് ഒക്കെ അതിൽ തിരികെ കയറ്റി അകത്ത് ചെല്ലുമ്പോഴത്തേക്കും ആ സംഘർഷാവസ്ഥ ഏത് നിലയിൽ എത്തുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിന്റെ പേരിൽ ഒരു പോസ്റ്റർ കൂടി ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുകൂടി ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. നീതി നിഷേധത്തിനെതിരെ ബൂട്ടിട്ട പോലീസിനെ പള്ളിയിൽ കയറ്റിയതിൽ പ്രതിഷേധം. പ്രസിഡന്റ് ദേവർകണ്ടി ഇസ്മായിൽ രാജിവെക്കുക. വിശ്വാസികൾക്കെതിരെ ലാത്തി വീശാൻ ഒത്താശ ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റം. ഓക്കെ, ഒരു സംഘർഷാവസ്ഥ നേരിടുന്ന സമയത്ത് അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇവിടെ നിയമവും നിയമപാലകരും ഒക്കെ ഉള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ ഇതുപോലൊരു ഇഷ്യൂ ഒരു പള്ളിയിലല്ല ഒരു അമ്പലത്തിലാണെങ്കിൽ പോലും ഇതുപോലൊരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ ആരും ചെരുപ്പൂരിടാനോ ചെരുപ്പൂരിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് അകത്ത് കയറാനോ ഒന്നും ശ്രമിക്കത്തില്ല. എങ്ങനെയെങ്കിലും ആ ഒരു സംഘർഷാവസ്ഥയിൽ നിന്നും ഒഴിവാക്കി മാറ്റം വരുത്താൻ മാത്രമേ ആഗ്രഹിക്കൂ. അതുകൊണ്ട് കയ്യിൽ എന്താണോ ഇരിക്കുന്നത്, കാലിൽ എന്താണോ കിടക്കുന്നത് ഒന്നും അവർ നോക്കാൻ പോയില്ല. അവർ നേരെ ഇടിച്ച് അകത്തോട്ട് കയറത്തേ ഉള്ളൂ. സോ അതിനെ ഇതുപോലെ തെറ്റായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുന്നതും അല്പം മോശകരമായ പ്രവൃത്തിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോ എന്തായാലും ഇതിനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അൻസാരി ഉസ്താദ് ശരിക്കും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ. സോ പുള്ളി ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സോ ആ വീഡിയോ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കാം. മുസ്ലിം പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറിയത് ശരിയായോ? എടാ മോനെ, പോലീസുകാർക്ക് ഉതു കൊടുക്കാൻ സംശമ്പളം കിട്ടിയില്ലടാ. അതുകൊണ്ടാണ് അവർ ഉതു കൊടുക്കാതെ ബൂട്ടിട്ട് ചാടി പള്ളിയിൽ കയറിയത്. എടാ, പള്ളി എന്തിനുള്ളതാടാ? 10,000-കണക്കിന് പള്ളികൾ കേരളത്തിൽ. ഏതെങ്കിലും പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറുന്നുണ്ടോ? ആരാധനകൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഉപദ്രവം പോലീസുകാരുടെ പക്ഷത്ത് ഇല്ല. എന്തുകൊണ്ടാണ്? പള്ളികളൊക്കെ സുഹൃതങ്ങൾ ചെയ്യാനുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാണ്. അവരവിടെ ഒന്ന് എത്തിപ്പോലും അവർ നോക്കാറില്ല. പക്ഷെ നിന്റെ പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറാനുള്ള കാരണം എന്താ? ആരാധനകൾ നിർവഹിക്കേണ്ട, ആരാധനയാൽ അല്ലെങ്കിൽ വിശ്വാസത്താൽ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് അവൻ സമാധാനകാംക്ഷിയാണ്. അവിടെ നീ പരസ്പരം കൊല വിളിക്കുകയും കോടതി പിടിക്കുകയും ആക്രോശിക്കുകയും അക്രമം നടത്തുകയും ചെയ്യുമ്പോൾ പോലീസുകാർ ഊതെടുത്തോണ്ട് വരണം. അവർ ബൂട്ട് ഊരിയിട്ട് പള്ളിയിൽ കയറണം. എടാ മോനെ, ഞാൻ സേവനം ചെയ്യുന്ന ഈ പള്ളിയിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. അത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വന്നേല്ല. ഇവിടെ ഉള്ളൊരു മനുഷ്യൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ടപ്പോൾ അനുബന്ധമായ വിവരങ്ങൾ അറിയാൻ വേണ്ടി പോലീസുകാർ വന്ന് ബൂട്ടഴിക്കുന്നു, കാല് കഴുകുന്നു. അവർ വളരെ ഭക്തിയാദരപൂർവ്വം പള്ളിയിൽ വരുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, ബഹുമാനാദരപൂർവ്വം സംസാരിച്ച് മടങ്ങിപ്പോകുന്നു. ആദരിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടക്കുമ്പോൾ ആദരവ് കിട്ടും. നീ തല്ലുണ്ടാക്കിയിട്ട് നിന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ മേപ്പള്ളിക്കുറ്റി പോയി പറഞ്ഞാൽ മതി. നീ അവരെ കയ്യിൽ ലാത്തി കൊടുത്തിരിക്കുന്നത് അറിയോ? ഒരു നാട്ടിൽ ക്രമസമാധാനം നഷ്ടപ്പെടുമ്പോൾ അവിടെ തൊപ്പി വെച്ചവർ താടി വെച്ചിട്ടൊന്നുമില്ല, അവർ പുറവടിച്ചവർ പൊളിക്കും. അവർക്ക് അതിനു വേണ്ടി ലാത്തി കൊടുത്തിരിക്കുന്നത്. അവിടെ മുസ്ലിയാരെന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഒരാളെ ഒരു പരിഗണിക്കത്തില്ല. അവർ വീക്കും. അച്ഛന്മാരെ വീക്കിട്ടുണ്ടോ? പള്ളിയിൽ അച്ഛന്മാരെ സഭാതർക്കത്തിന്റെ പേരിൽ അച്ഛന്മാരെ വീക്കിട്ടില്ലേ? അപ്പൊ മുസ്ലിയാരെ വീക്കും. എടാ, അവരെ ബൂട്ടിട്ട് പള്ളി കയറ്റിയതാരാടാ? അവരെ ബൂട്ടിട്ട് പള്ളി കയറ്റിയതാരാ? നീയും ഞാനും അല്ലേ? സമാധാനം കാംക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല വിളിച്ച് തല്ലുണ്ടാക്കിയപ്പം ആ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോലീസ് പള്ളി കയറിയതാ. അതിന് അവസരം ഉണ്ടാക്കി നീ ഇപ്പം അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഒളി അജണ്ട ഉണ്ട്, തേങ്ങാക്കളുണ്ട്. ഒളി അജണ്ട അല്ല, സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട പള്ളി നീയും നിന്റെ ഒപ്പമുള്ള മനുഷ്യന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളി നടത്തി അടിയുണ്ടാക്കിയപ്പം ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വരുന്ന പോലീസുകാർ ഒതുകൊടുത്ത് പള്ളി കയറണ. എടാ, ഇന്നലത്തെ ദിവസം ഏതാ? റഹ്മത്തുൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം കേരളത്തിന്റെ അങ്ങാടികൾ മുഴുവനും ജാതി മത ഭേദമന്യ മനുഷ്യർ പരസ്പരം ചേർന്ന് നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മധുര പലഹാരങ്ങൾ, മധുര പാനീയങ്ങൾ വിതരണം ചെയ്യുന്നു. ഇത് കണ്ട് കേരളീയ മലയാളി മനസ്സ് അതിങ്ങനെ കുളിരണിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് സന്തോഷ കണ്ണീരിങ്ങനെ ബാഷ്പങ്ങൾ പൊഴിയാണ്. ഈ ദിവസം നീ എന്ത് ചെയ്തു? നീ നടിച്ച അങ്ങാടികൾ മനുഷ്യർ ചെതറിക്കിടക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് എല്ലാ മതസ്ഥരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ മുഹമ്മദ് നബിയുടെ അനുയായി നീ എന്ത് ചെയ്തു? കറുത്തവനെയും വെളുത്തവനെയും രാജാവിനെയും പ്രജേനെയും അടിമേനെയും ഉടമനെയും ഉള്ളവനെ ഇല്ലാത്തവനെ ഒരുമിച്ച് ഒരു വരിയിൽ നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ച സഫിൽ നീ പരസ്പരം കലഹിച്ചും കൊലവിളിച്ചും ചീത്ത വിളിച്ചും പരസ്പരം കയ്യോങ്ങിയും നീ ആ പള്ളി നാശമാക്കി. പോലീസുകാരെ കൊണ്ട് ബൂട്ടിട്ട് ഒരു മുസൽമാൻ പള്ളിയിലേക്ക് കയറുമ്പം 4-5 വെട്ട കാൽ ഉരതിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പുള്ളിക്കുത്തുണ്ടോ എന്ന് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കുന്ന കാല്, ആ കാല് വൃത്തിയാക്കി പള്ളിയിൽ കയറുന്ന സംശുദ്ധമായ സ്ഥലത്തേക്ക് സംശുദ്ധമായ കാലുമായി കയറാൻ ശ്രമിക്കുന്ന ഒരു മുസൽമാൻ
അവിടെ ഒരു പോലീസുകാരൻ ബൂട്ടിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് അവസരം ഒരുക്കിയ നീയല്ലടാ. നിന്റെയൊക്കെ കൂട്ടത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാം തന്റെ സമൂഹത്തോട് ചോദിച്ച പോലെ വിവരമുള്ള വിവേകമുള്ള ഒരുത്തനെങ്കിലും നിന്റെയൊക്കെ കൂട്ടത്തിലുണ്ടോന്ന് ലൂത്ത് നബി ചോദിച്ചില്ലേ? ആ ചോദ്യം നിങ്ങൾക്ക് പ്രസക്തമാണ്. എത്ര കാലമായടാ ഈ വൃത്തികെട്ട പണി തുടങ്ങിയത്? അവസാനിപ്പിക്കാറായില്ലേ? ജനത മാറിയില്ലേ? സമൂഹം മാറിയില്ലേ? ചിന്ത മാറിയില്ലേ? നീയൊക്കെ എന്നാ നന്നാകുന്നത്? ഒരു പള്ളിയും 9,000 ഗ്രൂപ്പുകളും. അവിടെ മനുഷ്യൻ മടുത്തണം. ഇതൊക്കെ മനുഷ്യൻ മടുത്ത്, മനുഷ്യർ കുറഞ്ഞ ആർക്ക് താല്പര്യമില്ല. ഇന്ത്യൻ മുസൽമാന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു മഹലിൽ തന്നെ 25 ഗ്രൂപ്പും 22 ചിന്തയും 25 ചിന്താധാരയും വഴികളും. എന്നിട്ട് ഒരു ഇമാമിനോടെ കൊണ്ടുവന്നാൽ ആ ഇമാമ് നമ്മുടെ ആദർശത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ പിറ്റേ ദിവസം പോലെ അവന്റെ തുടങ്ങും. ഇത് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഞാൻ പച്ചക്കാൻ പറഞ്ഞത്. അവൻ എങ്ങനെയെങ്കിലും തുരക്കാനുള്ള പണി തുടങ്ങും. നമ്മുടെ ആളായെങ്കിൽ മാത്രമേ നമ്മൾ പുറകെ തുടരുള്ളൂ. എന്തെല്ലാം തോന്നിവാസങ്ങൾ പിന്നെ അവരുടെ പിന്നാലാണെന്നുള്ളത്. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതേ ആ പാർട്ടിയെ പിന്തുണക്കുന്ന ആളുകൾ മാത്രമേ പള്ളി വരാൻ പാടുള്ളൂ എന്ന ചിന്തയാണെങ്കിൽ പുതിയ ജെൻസി പിള്ളേർ വരുന്നുണ്ട്. നിന്റെയൊക്കെ മോന്ത പിടിച്ച് റോഡ കിട്ടുവരാകും. ഈ മുഖം ഉണ്ടല്ലോ, അത് ജെൻസി പിള്ളേർ പിടിച്ച്, കാരണം അവർക്ക് ഇതിനോടും താല്പര്യമില്ല. പുതിയ തലമുറക്ക് ഇതിനോടും താല്പര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും തലയിൽ കൊണ്ടു നടന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ തലയിൽ കൊണ്ടു നടന്നു, പുതിയ ജനറേഷൻ നിങ്ങളുടെ ഊരക്ക് ചവിട്ടി നിങ്ങളെ പുറത്തു ഉള്ളൂ. മനുഷ്യർ മടുത്തടാ. ഒരു പള്ളിയിൽ മനുഷ്യൻ പലതരക്കിലും പെട്ട് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും പെട്ട മനുഷ്യർ ഒരു 5 മിനിറ്റ് വന്ന് ഇബാദത്ത് ചെയ്ത് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി സമാധാനം കാമിച്ചിട്ട് വരുന്ന മനുഷ്യന്മാരെ ഓരോ ആശയങ്ങൾ പറഞ്ഞ് 25,000 ഗ്രൂപ്പ് ആക്കിയിട്ട് അങ്ങോട്ട് പരസ്പരം നമ്മുടെ ആളല്ലാത്തവർ വന്നപ്പോൾ ശരിയാകത്തില്ല. ഇത് പുതിയ തലമുറ നിന്റെയൊക്കെ മുഖം റോഡിൽ ഉരക്കുന്ന ഒരു അവസ്ഥ വരും. ഇൻഷാ അല്ലാഹ് അത് കാണാം. അതുകൊണ്ട് വിവേകമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കക്ഷി രാഷ്ട്രീയങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ട് മനുഷ്യൻ എന്ന വികാരത്തിൽ ജീവിക്കുക. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ കാണാനും എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാനും ശ്രമിക്കേണ്ടത്. ഭിന്നതയുള്ള ഒരു സ്ഥലത്തും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതിന് മാത്രമല്ല അതിനകത്ത് ബർക്കത്തുമില്ല. ആ നാടും ആ മഹലും നാശമാവും. സിൻഫാനു മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹ അന്നാസു കുല്ലുഹും അൽ ഉലമാ വൽ ഉമറാ. 2 വിഭാഗം ആളുകൾ ഒരു സ്ഥലത്ത് നന്നായാൽ ആ നാട്ടിലെ ജനങ്ങൾ നന്നാവും. ഒന്ന് ആലിമും ദീനിന്റെ കൈകാര്യകർത്താക്കളായ ഉമറാക്കൾ, കമ്മിറ്റിക്കാർ, അവർ നന്നായാൽ നാട് നന്നായി. അള്ളാഹു നന്നാക്കട്ടെ. ശരിക്കും ഈ അൻസാരി ഉസ്താദ് ശരിക്കും എന്തോ അടിപൊളി ഒരു മനുഷ്യനാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ശരിക്കും നമ്മൾ കേട്ടിരുന്നു. എന്ത് നല്ല രീതിയിലാണ് ശരിക്കും അദ്ദേഹം ഓരോ കാര്യങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതും പ്രേക്ഷകരിലേക്ക് മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നതും. ഓക്കെ, ഒരു ജാതിയോ മതമോ പ്രശ്നമോ ഇതൊന്നുമില്ലാത്ത നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് ശരിക്കും ഈ അൻസാരി ഉസ്താദ്. ശരിക്കും നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2026 കാര്യം പലരും മറന്നു പോകുന്നു. ഇവിടെയും ശരിക്കും ഇന്ന് വളർന്നു വരുന്ന പലരുടെയും മൈൻഡിൽ ഈ ജാതിയുടെയും മതത്തിന്റെയൊക്കെ ചില വിത്തുകൾ പാകി ഇട്ടുകൊടുക്കാൻ ഇന്നും മടിക്കാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറണം. ഇതെല്ലാം മാറി ശരിക്കും ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ല, ഇന്നത്തെ കാലത്ത് കുറെ പേര് കുഞ്ഞുങ്ങളെ ജനിക്കുന്ന സമയത്ത് ജാതിയോ മതമോ ഇതൊന്നും ഇല്ലാതെയാണ് വളർത്തുന്നത്. ഇവർക്കും ജാതിയും മതവും ഒന്നുമില്ല, ഒരു പേരിടുന്നു, അവരതിനെ വളർത്തി വലുതാക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു രീതി മുന്നോട്ട് വരുന്നുണ്ട്. ഇനി എല്ലായിടത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ പറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അതുകൂടെ നമുക്കൊന്ന് കണ്ടുനോക്കേണ്ട ഈ വീഡിയോ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ചില ആചാരങ്ങളുണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്, തെറ്റായി കടന്നുകൂടിയ ആചാരങ്ങൾ, സമീപനങ്ങളുണ്ട്. അതിൽ മാറ്റം വരുത്തിയേ മതിയാവും. അത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഭരണകൂടം അല്ല അത് ചെയ്യേണ്ടത്. അത് മതങ്ങളിൽ നിന്ന് തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം. മതങ്ങളിൽ നിന്ന് തന്നെ, അതാത് മതങ്ങളിൽ നിന്ന് തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായി അതാത് മതങ്ങളിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാകണം. ഭരണകൂടങ്ങൾ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിന് സ്വാർത്ഥതയുണ്ടാകും, അതിൽ വർഗീയത ആരോപിക്കപ്പെടും, തെറ്റായ നടപടികൾ ഉണ്ടാകും, അനാവശ്യമായ കടന്നുകയറ്റങ്ങളായി അത് മാറും. പക്ഷേ എല്ലാ മതങ്ങളിലും ഉണ്ടാകേണ്ട ആ മാറ്റങ്ങൾക്ക് മതങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ സംവാദങ്ങൾ നടക്കണം, വേണ്ടേ, നല്ല ഡിബേറ്റുകൾ നടക്കണം. അതിന് ഒരു നല്ല പരിണത ഫലം, മതത്തിന്റെ പുരോഗമനാത്മകമായ മുഖം സൂക്ഷിച്ചുകൊണ്ട് പോകണം. എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മതമാണ് ശരിക്കും ഈ VD സതീശൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. സോ ഇതൊക്കെയാണ് ശരിക്കും ഇന്നത്തെ വാർത്തകൾ. അപ്പോ എന്താണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലുത്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ ജസ്റ്റ് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അൻസാരി ഉസ്താദ് അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം കൂടെ ജസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുള്ള ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.